നമസ്കാരം. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നിയമോപദേശം തേടുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും നിയമമന്ത്രിയും പറഞ്ഞിരിക്കുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 4 വർഷക്കാലം അതിൽ അടയിരുന്നതിന് ശേഷമാണ് സർക്കാർ ഇപ്പോൾ ഇത്തരം ഒരു പ്രഖ്യാപനം പുറത്തുവിടുന്നത്. ചലച്ചിത്ര മേഖലയിൽ നടികൾ അടക്കമുള്ള സ്ത്രീ തൊഴിലാളികൾ അനുഭവിക്കുന്ന ലൈംഗിക ചൂഷണത്തിനെതിരെയും അനീതിക്കുമെതിരെയുമാണ് ഹേമ കമ്മീഷൻ അന്വേഷണം നടത്തിയത്. എന്നാൽ ഹേമ കമ്മീഷൻ അന്വേഷണം നടത്തി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ട് 4 വർഷം കഴിഞ്ഞിട്ടും സർക്കാർ ഇതിൽ യാതൊരു തരത്തിലുള്ള നടപടികളും കൈക്കൊണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു സംസ്കൃത സമൂഹത്തിന് ഇത് ഏത് തരത്തിൽ ന്യായീകരിക്കാൻ സാധിക്കും, നീതീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പൊതുജന സമൂഹത്തിൽ നിന്നും ഉയരുന്ന ചോദ്യങ്ങൾ. എന്നാൽ ഇത്തരം ചോദ്യങ്ങളെ സമർത്ഥമായ രീതിയിൽ തന്നെ മുഖ്യമന്ത്രി തടയുന്നുണ്ട്. അതായത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന അവസരത്തിൽ തന്നെ അവർ ഒരു കത്ത് നൽകിയിരുന്നു എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത്. അതായത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത്രയും തന്നെ അതീവ രഹസ്യ സ്വഭാവം ഉള്ളതിനാൽ ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ പുറത്തുവിടാൻ പാടില്ല എന്നാണ് കമ്മീഷൻ സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പറയുന്നത്. 4 വർഷമായി സർക്കാരിന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൈമാറിയിട്ട് ഈ റിപ്പോർട്ട് കൈമാറുന്നതിനോടൊപ്പം തന്നെ ജസ്റ്റിസ് ഹേമ ഈ റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്ന അതീവ ഗുരുതരമായ വിവരങ്ങൾ ഒരു കാരണവശാലും പുറത്തു പറയാൻ പാടില്ല എന്നാണ് സർക്കാരിന് രേഖാമൂലം അറിയിച്ചത് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു കമ്മീഷനെ നിയോഗിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം. സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണത്ര ഇത്തരം വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്ന് ജസ്റ്റിസ് തന്റെ കത്തിൽ ചൂണ്ടിക്കാട്ടിയത് എന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത്. കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ നിയോഗിച്ചത്. ഇവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യവും നടക്കുന്നതിന് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്നും കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചു. ഇത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ ഉയരുന്ന ചോദ്യം. സിനിമാ രംഗത്ത് നടികൾ അടക്കമുള്ള സ്ത്രീ തൊഴിലാളികൾ അനുഭവിക്കേണ്ടി വരുന്ന അസമത്വത്തിനെതിരെയും സ്ത്രീ സമത്വമില്ലായ്മയെക്കുറിച്ചും അതുപോലെ തന്നെ അതീവ ഗുരുതരമായ ലൈംഗിക ചൂഷണങ്ങളെ കുറിച്ചുമുള്ള പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് WCC പോലുള്ള സംഘടനകൾ മുഖ്യമന്ത്രിയെ കണ്ട് സിനിമാ രംഗത്ത് ഇത്തരത്തിലുള്ള അനാശാസ്യകരമായ നടപടികൾ നടക്കുന്നു എന്ന് സൂചിപ്പിച്ചതിന് ശേഷം തന്നെയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിച്ചത്. എന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ കണ്ടെത്തിയ അതീവ ഗുരുതരമായ പ്രശ്നങ്ങളിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് 4 വർഷമായിട്ടും സർക്കാർ ഏത് തരത്തിലുള്ള നടപടികളാണ് കൈക്കൊണ്ടത് എന്നുള്ളതിന് മുഖ്യമന്ത്രിക്ക് യാതൊരു തരത്തിലുള്ള മറുപടിയും പറയാൻ ഇല്ല എന്നുള്ളതാണ്. അതിന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് കാര്യം ഈ വിഷയത്തിൽ അതായത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ ഒരു കാരണവശാലും പുറത്തു പറയാൻ പാടില്ലെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ കത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു അന്വേഷണം നടത്തിയത്, ഏതെല്ലാം മേഖലയിൽ എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വെറുതെ ഒന്ന് അറിഞ്ഞു വയ്ക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരം ഒരു കമ്മീഷനെ നിയോഗിച്ചതും സർക്കാർ ഖജനാവിൽ നിന്നും കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചതും എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുജനങ്ങൾ ചോദിക്കുന്നത്. എന്നിട്ടിപ്പോൾ ജനരോഷം ഇരമ്പും എന്ന് മനസ്സിലായപ്പോഴാണ് മുഖ്യമന്ത്രിയും ഭരണകൂടവും ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിലാകട്ടെ പ്രസക്ത ഭാഗങ്ങൾ ഒന്നും തന്നെയില്ല. ഇതിന് പറഞ്ഞത് ഒരാളുടെ മൗലിക അവകാശത്തിലേക്ക് കടന്നു കയറുന്നതും അയാളുടെ രഹസ്യ സ്വഭാവങ്ങൾ അടങ്ങിയ വിവരങ്ങൾ പുറത്തുവിടുന്നതും അയാളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നതും തുല്യമാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഒരു കാരണവശാലും ഒരു വ്യക്തിയുടെ രഹസ്യമായ വസ്തുതകൾ പുറത്തുവിടാൻ പാടില്ല എന്നുള്ളത് അവന്റെ മൗലിക അവകാശമാണ് എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞ് ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ യാതൊരു തരത്തിലുള്ള നടപടികളും സർക്കാർ കൈക്കൊണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഇത്തരം ഒരു പ്രഹസനം നടത്തിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത്. കൂടെ മുഖ്യമന്ത്രി മറ്റൊരു കാര്യം കൂടി ചേർക്കുന്നു. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ തങ്ങൾക്ക് ലൈംഗിക ചൂഷണം നേരിടേണ്ടി വന്നിട്ടുണ്ട്, അനീതി ഉണ്ടായിട്ടുണ്ട്, അസമത്വം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ ഉള്ള അനുഭവം ഉണ്ടായിട്ടുള്ള നടികളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ പോലീസിനോ സർക്കാരിനോ ഒരു പരാതി നൽകിയാൽ അത് കൃത്യമായി തന്നെ പരിശോധിക്കും, പരിഗണിക്കും, നടപടികൾ എടുക്കും എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഈ കമ്മീഷൻ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടും അതിൽ ഒരു നടപടി എടുക്കാൻ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് സാധിക്കാതെ പോയത്, സാംസ്കാരിക വകുപ്പിന് സാധിക്കാതെ പോയത് എന്നുള്ളത് ചോദ്യം തന്നെയാണ്. നടികൾ അടക്കമുള്ള സ്ത്രീ തൊഴിലാളികൾ സിനിമാ മേഖലയിൽ ലൈംഗിക ചൂഷണത്തിന്
വിധേയരാകുന്നു, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അവർ സമ്മർദ്ദത്തിലാക്കുന്നു, അല്ലെങ്കിൽ വശംവദരാക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുമ്പോൾ പോക്സോ കേസ് അടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വ്യക്തമായിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളിൽ കണ്ണടച്ചിരുന്നത്, ഈ റിപ്പോർട്ടിന്മേൽ അടയിരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും ചൂണ്ടിക്കാണിക്കുന്നത്. രഹസ്യ സ്വഭാവമുള്ള വിഷയങ്ങൾ തുറന്നു പറയാൻ മടിയുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഓരോ വ്യക്തികളും കമ്മീഷന് മുമ്പിൽ ഹാജരായി രഹസ്യമായി മൊഴി കൊടുത്തത്. ആ ആളുകൾ എങ്ങനെയാണ് പിന്നെ പരസ്യമായി പോലീസിനോ അല്ല എന്നുണ്ടെങ്കിൽ സർക്കാരിനോ വന്ന് പരാതി കൊടുത്താൽ, കേസ് കൊടുത്താൽ എങ്ങനെയാണ് പിന്നെ നിയമ നടപടികൾ കൈക്കൊള്ളും എന്ന് മുഖ്യമന്ത്രി പറയുന്നത്? ഇത് ഇരട്ടത്താപ്പാണ്. അതായത് ഞങ്ങൾ ഇരയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുകയും വേട്ടക്കാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഈ ഇരട്ടത്താപ്പ് തന്നെയാണ് ഇതിലൂടെ വെളിവായിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ തുറന്നടിച്ചിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ ചില രഹസ്യ അജണ്ടയുടെ ഭാഗമായി തന്നെ ആരൊക്കെയോ ഉന്നതന്മാരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇത്തരം ഒരു പരിപാടി ചെയ്തിരിക്കുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അതിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ പുറത്തു പറയാൻ പാടില്ല, അല്ലെങ്കിൽ പുറത്തുവിടാൻ പാടില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കൃത്യമായ രീതിയിൽ ചില കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. പൊതുവായി ഒരു റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയരാകുന്നുണ്ട് എന്ന ഒറ്റ കാര്യം ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ട് എങ്കിൽ അതിൽ ആ ഒറ്റ കാര്യം ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പിനും ആഭ്യന്തര വകുപ്പിനും ഇക്കാര്യത്തിൽ കേസെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത്. ഇത് കേസെടുക്കാത്തിടത്തോളം കാലം, ഇത്തരം ഗുരുതരമായ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടും കേസെടുക്കാത്തിടത്തോളം കാലം മുഖ്യമന്ത്രിക്കെതിരെയും ഭരണകൂടത്തിനെതിരെയും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കെതിരെയും എല്ലാം ക്രിമിനൽ കേസെടുക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടിയാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. അതായത് ഇക്കാര്യം ഒളിച്ചുവെച്ച, ഇതിൽ യാതൊരു തരത്തിലുള്ള നടപടികളും കൈക്കൊള്ളാതിരുന്ന മുഖ്യമന്ത്രി ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്, അഥവാ ക്രിമിനൽ കുറ്റത്തിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ക്രിമിനൽ കുറ്റം തന്നെയാണ് എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. എന്തു തന്നെയായാലും പ്രമാദമായ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ട് 4 വർഷം അതിന്മേൽ അടയിരുന്നു കൊണ്ട് ഇപ്പോൾ ഇത് ജനരോഷം ഇരമ്പുന്നു, അല്ലെങ്കിൽ ജനരോഷം ഭയന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നിയമോപദേശം തേടും എന്ന് പറയുമ്പോൾ എന്താണ് ഈ സർക്കാരിന്റെ നീതിബോധം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരു സർക്കാർ എന്തിനാണ് പിന്നെ ഇവിടെ ഭരിക്കുന്നത്? ഏത് തരത്തിലാണ് ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷയുള്ളത്? സ്ത്രീ സമത്വത്തിന് വേണ്ടി ശബരിമലയിൽ രായ്ക്ക് രായ്മാനം പോലീസിന്റെ യൂണിഫോം ഇടിവിച്ച് സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ മറവ് പിടിച്ച് സ്ത്രീകളെ ശബരിമലയിൽ കൊണ്ട് കയറ്റി തൊഴിച്ച് പിണറായി വിജയൻ എന്തുകൊണ്ടാണ് സിനിമാ മേഖലയിൽ സ്ത്രീ തൊഴിലാളികൾ നേരിടുന്ന അസമത്വത്തിനും ലൈംഗിക ചൂഷണത്തിനും എതിരെ നടപടിയെടുക്കാത്തത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത്. പ്രതിപക്ഷ നേതാവും ഇത് തന്നെയാണ് ചോദിക്കുന്നത്. ഈ 4 വർഷം നിങ്ങൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ അടയിരുന്നു കൊണ്ട് ഇപ്പോൾ എന്തിനാണ് അതിമൂൽ നിയമോപദേശം തേടുന്നു എന്ന് പറയുന്നത്? ആരെ ബോധ്യപ്പെടുത്താനാണ് എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം കുടുങ്ങും എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രിമിനൽ കുറ്റം നടന്നിരിക്കുന്നു എന്നറിഞ്ഞിട്ടും ഈ കുറ്റകൃത്യം മൂടിവെക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ കണ്ണടച്ചത് എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ഇതിൽ ഗുരുതരമായ വീഴ്ച പറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ക്രിമിനൽ കുറ്റം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കെതിരെയും ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കാനാകും. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനെതിരെയും ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കേണ്ടതാണ് എന്ന് തന്നെയാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. എന്തായാലും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയനും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും സിനിമാ മേഖലയിലുള്ള സ്ത്രീ തൊഴിലാളികൾ അടക്കമുള്ള നടികളെ കബളിപ്പിക്കുകയായിരുന്നു, ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. സർക്കാർ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് എന്തിനാണ് പിന്നെ ഇങ്ങനെയൊരു കമ്മീഷൻ നിയോഗിച്ചത്? ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അതിൽ അടയിരുന്നു കൊണ്ട് ജനങ്ങളെ അവഹേളിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചത്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ അതീവ ഗുരുതരമായ സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെടുന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയിട്ട് അതിന്മേൽ 4 വർഷത്തോളം അടയിരുന്ന് യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും സ്വീകരിക്കാതെ ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് ഗുരുതരമായ സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയാണ്. മന്ത്രി എന്ന രീതിയിൽ
സജി ചെറിയാനും സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്നു. ഇതിൽ കൃത്യമായ രീതിയിൽ ഒരു നിയമ നടപടി നേരിടേണ്ടി വന്നാൽ പിണറായി വിജയന് മുഖ്യമന്ത്രി പദം തന്നെ നഷ്ടമാകും എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സജി ചെറിയാനും മന്ത്രിപദം ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതായി വരും. അത്രത്തോളം ഗുരുതരമായ ഒരു കൃത്യവിലോപമാണ്, നിയമലംഘനമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ് മുഖ്യമന്ത്രിയും മന്ത്രി സജി ചെറിയാനും നടത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ എന്താണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന നീക്കം എന്നുള്ളത് കണ്ടറിയാം, കാത്തിരിക്കാം.